ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തി കുറഞ്ഞ ദിക്റും സ്വലാത്തുമൊക്കെ ചൊല്ലി നമുക്ക് ദുആയിരുന്ന് പിരിയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാർവജനീനവും സാർവലൗകികവുമായ ഉന്നത പ്രസ്ഥാനമായ ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളിലുമുള്ള ശക്തമായ കാഴ്ചപ്പാട് നിയമവ്യവസ്ഥിതികൾ എല്ലാം കൊണ്ടും ധന്യമായ പരിശുദ്ധ ഇസ്ലാം മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ ഭ്രൂണം ഡെവലപ്പ് ചെയ്യുന്നത് മുതൽ ഹ്യൂമൻ എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ, സ്റ്റേജുകൾ അടക്കം ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും എല്ലാ ഘട്ടങ്ങളും ശരിക്കും വിവരിച്ച പരിശുദ്ധ ഇസ്ലാം മരണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസത്തിന് ശേഷം എന്തെന്നറിയാതെ വിഷമിക്കുന്ന ഒരവസ്ഥാവിശേഷമല്ല ഇവിടെ സമ്മാനിച്ചത്. മഴ ചാറുന്നുണ്ടെങ്കിൽ ആ കസേരകൾ ആ ടാർപ്പാൾ കെട്ടിയിരിക്കുന്നതിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരിക്കുക. കുഴപ്പമില്ല, അവിടെ നിൽക്കുന്നവര് അവിടെ ഓരോ കസേര എടുത്തിട്ടങ്ങ് ഇരുന്നാൽ അവര് കുറച്ചു നേരം അവിടെ ഇരിക്കാൻ പറ്റുമല്ലോ. ഇനി ഇവിടെ ഒരു ഇതൊന്നും കെട്ടിയാലൊന്നും ആവില്ല, 2-3 പേർക്ക് ഇരിക്കാനേ പറ്റും. ഇന്നലെ മഴ ചാറിയപ്പോ നമ്മൾ വിചാരിച്ചു ഇന്നലെ കൊണ്ട് നിൽക്കുമെന്ന്, അല്ലെങ്കിൽ സംഘാടകര് പകല് 2-3 ടാർപ്പ് വലിച്ചു കെട്ടിയാൽ മതിയെ. മരണം എന്ന പ്രതിഭാസം അത് ഇത് അല്പ ശബ്ദം കുറച്ച് ഈ ബോക്സ് ആരാലും നിഷേധിക്കപ്പെടാൻ പറ്റാത്ത ഒരു നഗ്ന സത്യമാണ്. ഇവിടെ മരിക്കില്ലെന്ന് ചിന്തിച്ച ധാരാളം ആളുകളുണ്ട്. മരിക്കാൻ ആർക്കും മനസ്സില്ല എന്നതും ഒരു സത്യമാണ്. പക്ഷേ മരിക്കരുതെന്നും മരിക്കില്ലെന്നും ധരിച്ചിരുന്ന എല്ലാവരും, അവരെയെല്ലാം ഈ മരണം പിടികൂടിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കെന്നഡി എപ്പോഴും ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ താമസിക്കാൻ ഇഷ്ടപ്പെട്ടയാളായിരുന്നു. അണുബാധ ഉണ്ടാകാതെ ഒരു രോഗവും വരാതെ മരിക്കാതെ ഇവിടെ ഇരിക്കണം എന്നായിരുന്നു അയാൾ ധരിച്ചത്. സമയമായപ്പോൾ അദ്ദേഹം യാത്രയായി. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്നലെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച ഒരു കവറുണ്ട്. അത് മറക്കാതെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും. കവർ അഥവാ വീട്ടിൽ വെച്ച് മറന്നുപോയവരും കവറിന്റെ അർത്ഥം മനസ്സിലാക്കി പ്രതികരിക്കുക. അല്ലാഹു തആല എല്ലാവിധ അനുഗ്രഹവും ചൊരിയുമാറാകട്ടെ. ഇന്നലെ കവർ കിട്ടാത്തവർ വിഷമിക്കേണ്ട, സംഭാവന അർപ്പിക്കാൻ ബക്കറ്റുമായി വരുന്നുമുണ്ട്. അപ്പോൾ
ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ നിന്ന് അവരുടെ ജീവൻ സംരക്ഷിക്കാൻ നിൽക്കുന്ന സെക്യൂരിറ്റി തന്റെ അടിവയറ്റിലേക്ക് തന്നെ വെടിയുണ്ട ഉതിർക്കുമെന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി ചിന്തിച്ചിരുന്നില്ല. എല്ലാവരും പൂമാലയിട്ട് വന്ദിക്കുമ്പോൾ കാല് തൊട്ട് തൊഴുത് വന്ദിക്കാൻ വേണ്ടി കുനിഞ്ഞ തനു എന്ന അണ്ണാച്ചി പെണ്ണ് തന്റെ ഘാതകയായിരിക്കുമെന്ന് രാജീവ് ഗാന്ധി ചിന്തിച്ചിരുന്നില്ല. ധോതി ഫയദ് എന്ന കാമുകനുമായി പാരീസിന്റെ സ്വർഗീയ പാലത്തിന്റെ അടിയിലൂടെ ചീറിപ്പായുമ്പോൾ വാഹനം നിയന്ത്രണം വിട്ട് പാലത്തിന്റെ ഒരു പില്ലർ തന്റെ അന്തിമ കൂദാശയ്ക്ക് കാരണമാകുമെന്ന് ഡയാന രാജകുമാരി ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ശാസ്ത്രീയ പുരോഗതികളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ആളുകൾ മലേഷ്യയിൽ നിന്ന് ബീജിംഗിലേക്ക് പോയ ഫ്ലൈറ്റ് എവിടെ എത്തിയെന്ന തീർപ്പ് കൽപ്പിക്കാതെ എത്ര ദിവസമാണ് ശാസ്ത്രം മുന്നോട്ടു പോകുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗവും പരിശോധിച്ചാൽ മരണത്തെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. മരണത്തെ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചു തന്നത് കുല്ലും റിഇം മുശബ്ബഹും ഫീ അഹ്ലി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഇലി. അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അവന്റെ ശരീരത്തോട് വളരെ അടുത്തു നിൽക്കുന്നതാണ് മരണം. വിരുന്നുകാരനാണ് മരണം, പക്ഷേ ആരും ക്ഷണിക്കാതെ വീട്ടിലെത്തും. ആ മരണത്തെ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. മരണത്തിന് ശേഷം ശൂന്യതയോ അജ്ഞതയോ ലോകത്ത് പല പ്രസ്ഥാനങ്ങളും പ്രചരിപ്പിച്ചെങ്കിൽ വളരെ വ്യക്തമായി പരലോകത്തിന്റെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി പ്രതിപാദിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വിശാലമായി കടക്കുന്നില്ല. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു പ്രാവശ്യം അവിടുത്തെ സമീപത്ത് നിന്ന് അസ്രായീൽ ഒന്ന് ചിരിക്കുന്നത് കണ്ടു. അസ്രായീൽ അലൈഹിസ്സലാം ഖാബിദുൽ അർവാഹാണ്, റൂഹുകളെ പിടിക്കാൻ അല്ലാഹു ഏൽപ്പിച്ച മലക്കാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും, സുഹൃത്തുക്കൾക്ക് സുഹൃത്തിനെയും, മാതാപിതാക്കൾക്ക് മക്കളെയും മക്കൾക്ക് മാതാപിതാക്കളെയും എല്ലാം നഷ്ടപ്പെടുത്തുന്ന ആ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അസ്രായീൽ അലൈഹിസ്സലാമിന് ചിരി പ്രകൃതിയിലില്ലാത്ത നേതാവാണ്. ചിരിക്കുന്ന പ്രകൃതിയില്ല. വന്ദ്യരായ ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റജബ് മാസത്തിലെ മെഹ്റാജിന്റെ രാത്രിയിൽ അതാ വാനാരോഹണം നടക്കുന്ന സമയത്ത് എല്ലാ ആകാശത്തിന്റെ വാതിലുകളും മലർക്കെ മർഹബ ചൊല്ലി തുറന്നുകൊണ്ട് മർഹബ ചൊല്ലി സ്വീകരിക്കുന്ന അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മലായിക്കത്തുകൾ, ആ കൂട്ടത്തിലും അസ്രായീൽ അലൈഹിസ്സലാമിനെ കണ്ടു. പക്ഷേ അസ്രായീൽ വലിയ പ്രസന്നത കാണിക്കുന്നില്ല. മർഹബയൊക്കെ ചൊല്ലി സലാമൊക്കെ മടക്കി, പക്ഷേ സീരിയസ് ആയ ഒരു പ്രകൃതിയിലാണ്. ഗൈഡായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട്
അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അല്ല ജിബ്രീൽ, എന്താണിത് ഗൗരവം കൈവിടാതെയുള്ള സ്വീകരണം? ഇങ്ങനത്തൊരു പ്രകൃതി ആരിലും കണ്ടില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു റസൂലുള്ളാഹി തങ്ങളോട്, ഇതാണ് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാമാണ്. ആ അസ്റായീൽ ചെറുതായി ഒന്ന് ചിരിക്കുന്നത് തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വലിയ അത്ഭുതമായി തോന്നി. അപ്പൊ സുലൈമാൻ നബി ചോദിച്ചു, അല്ല, അസ്റായീൽ ഇങ്ങനെ ഒരു പ്രകൃതി കണ്ടിട്ടില്ലല്ലോ, എന്താണ് വിഷയം? മറ്റൊന്നുമല്ല സുലൈമാൻ നബിയെ, ഈ തൊട്ടടുത്ത സമയത്ത് നിങ്ങളുടെ ചാരത്തൊരു മനുഷ്യൻ വന്നില്ലേ? അദ്ദേഹം വന്നിട്ട് നിങ്ങളോട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് നിങ്ങൾ കാറ്റിനെ ഒരു ലിഫ്റ്റാക്കി കൊടുക്കുമോ എന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ ആ കാറ്റിനോട് പറഞ്ഞു, ഈ മനുഷ്യനെ അങ്ങ് ലിഫ്റ്റാക്കി കൊടുക്കുക. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇറക്കാൻ ഓർഡർ ചെയ്തു. അയാളെ കാറ്റ് വഹിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ ചിരിച്ചുപോയത്. കാരണം 1000 ചില്ലാനം കിലോമീറ്റർ അപ്പുറമുള്ള അയാളുടെ ഭവനത്തിന്റെ പൂമുഖപ്പടിയിൽ വച്ച് അയാളുടെ റൂഹ് പിടിക്കാൻ അല്ലാഹുവിന്റെ ഓർഡറുണ്ട്. എത്ര ദൂരെയുള്ള അയാളുടെ വീട്ടുമുറ്റത്ത് വെച്ച് റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടയാൾ, അതാ ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം ഈ മനുഷ്യനെ കണ്ടപ്പോൾ, ഇയാൾ എങ്ങനെയാണ് ഞാൻ അവിടെ വെച്ച് റൂഹ് പിടിക്കുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആ പാവപ്പെട്ടവൻ നിങ്ങളുടെ അടുക്കൽ വന്ന് ലിഫ്റ്റ് ചോദിച്ച് കറക്റ്റ് എന്റെ സൈറ്റിലെത്തിയത്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഡ്യൂട്ടി നിർവഹിക്കാനുള്ള സൗകര്യം ചെയ്തു തരുന്നത്. ഇതാലോചിച്ചുകൊണ്ട് എന്റെ ഇര സൈറ്റിലെത്തുന്ന രംഗമാലോചിച്ച് ഞാനങ്ങ് ചിരിച്ചുപോയതാ. സുബ്ഹാനല്ലാഹ്, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ റൂഹ് പിടിക്കുക, നീ മരിക്കുന്നത് എവിടെ വെച്ചാണ്, ഇതൊരു നഫ്സിന് അറിയാൻ കഴിയില്ല. അപ്പോൾ ഏത് സമയത്തും പ്രതീക്ഷിക്കണം മരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഭൗതിക ലോകത്ത് വളരെ കുടുങ്ങിക്കിടക്കുന്ന, കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന നാം മരിക്കേണ്ടവരല്ലേ? അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചത് അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവരസങ്ങളെയും അനുഭൂതികളെയും അസ്തമിപ്പിക്കുന്ന മരണത്തെക്കുറിച്ചുള്ള സ്മരണ നീ വർദ്ധിപ്പിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുദ്ധിപരമായൊരു മനുഷ്യൻ എടുക്കേണ്ട നിലപാടിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നു. കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. മോനെ, നീ നിന്റെ ശരീരത്തെ ഇപ്പോഴേ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിക്കോ. അതാണ് നിനക്ക് പറ്റിയ പണി. കാരണം നീ ആഖിറത്തിലേക്ക് പോകേണ്ടവനാണ്. ഇവിടെ നീ ഉള്ളതൊരു ചെറിയ വഴിപോക്കനായിട്ടാണ്. നാം ഇവിടെ കൊടുവള്ളി അപ്പുറത്തേക്ക് മാറിയിട്ട് നല്ല സ്ട്രൈറ്റായ റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ താമരശ്ശേരി ഭാഗത്ത് നിന്ന് വരുന്ന തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സുൽത്താൻ
കരഞ്ഞുകൊണ്ടാണ് വന്നത്. ഇബ്ലീസിന്റെ പ്രത്യേകമായ ഒരു സാന്നിധ്യം നിന്നെ ശരിക്കും വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തേക്ക് വന്നത്. എന്നാൽ ആ കരഞ്ഞുകൊണ്ടുവരുന്ന നീ ആ കരച്ചിൽ പരിഗണിക്കാതെ ചിരിച്ചുകൊണ്ടാണ് ചുറ്റുഭാഗവും നിൽക്കുന്ന ആളുകൾ നിനക്ക് നിന്റെ ജന്മത്തിന് സാക്ഷിയായത്. ഇരു കൈയും മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദുനിയാവ് മുഴുവൻ ഞാൻ കൈയടക്കുമെന്ന വ്യാമോഹവുമായിട്ടാണ് നീ വന്നത്. അതേസമയം ആ വ്യാമോഹം ഒട്ടും നടപ്പിലാകാതെ 3 കഷ്ണം തുണിയല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് കൈ മലർത്തിയിട്ട് അതാ തിരിച്ചു പോകുന്ന സമയം നീ ചുറ്റുഭാഗവും നിൽക്കുന്നവരെ കരയുമ്പോ നിനക്ക് ചിരിച്ചുകൊണ്ട് പോകാൻ കഴിയണം മോനെ. ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനം അതാ. നമ്മൾ കരഞ്ഞുകൊണ്ടാണ് ലോകത്തേക്ക് വന്നതെങ്കിൽ ആ ടൈമിൽ ചുറ്റുപാടുകൾ നമ്മെ ചിരിച്ചു സ്വീകരിച്ചെങ്കിൽ യാത്രയാക്കുന്നവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് അതാ പോകാൻ കഴിയുന്നൊരവസ്ഥയുണ്ടാകണം. അതിനെന്താ വേണ്ടത്? സൂക്ഷ്മതയുള്ള ജീവിതം ഈ ഭൂമി ലോകത്ത് നയിക്കണം. ഇന്നലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വപ്രവാചകരുടെ ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലുമുള്ള അജയ്യമായ ലീഡർഷിപ്പിനെ ചെറുതായി നമ്മളൊന്ന് അനലൈസ് ചെയ്തു. എന്നാൽ നമ്മുടെ ആ ജീവിതത്തിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയാക്കി അവിടുത്തെ മുന്നിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന ബോധത്തോടെ സർവ ചലനങ്ങളും അറിയുന്ന അല്ലാഹു തആല അതേവനാഖിദുക ബസീർ, നിന്റെ നിരീക്ഷകൻ കണ്ണില്ലാതെ തന്നെ സൂക്ഷ്മമായി കാണുന്നവനാണ്. കണ്ണിന്റെ ആവശ്യം അവനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ യസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. സർവ്വതും അറിയുന്നവനവനാണ്. നാളെ പൊട്ടിവിടരുന്ന വിത്ത് പച്ചയാണോ ഉണക്കയാണോ, അതാ ഒരില പോലും വീഴുന്നത് കൃത്യമായി അറിയുന്നവൻ. എല്ലാ ദൃശ്യങ്ങളുടെയും ചാവി അവന്റെ അടുക്കലാണ്. എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വതും അറിയുന്നവനാണ്. എങ്ങനത്തെ അറിവാ? ഒരപ്രോക്സിമേറ്റ് അറിവല്ല, വളരെ സൂക്ഷ്മമായി ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ റെക്കോർഡിക്കലായ ആ നോളജ് മനുഷ്യപുത്രന് കിട്ടാത്ത അഥവാ സർവ്വതും സൃഷ്ടിച്ച അല്ലാഹു ഈ ചലനങ്ങൾ മുഴുവനും അറിയുന്നവനാണ്. കട്ടിക്കരിമ്പാറയുടെ ഉള്ളിലൂടെ കറുത്ത എറുമ്പ് കടന്നു പോകുമ്പോ അതിന്റെ ചലനം കാണാൻ കഴിയുന്നവനും അതിന്റെ ചലനത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നവനും അതിലേറെ സൂക്ഷ്മതയുള്ളത് മുഴുവനും അലീമും ഖബീറുമായ അല്ലാഹു ആകുന്ന രാജാവ് നിന്റെ നാഥൻ എന്റെ നാഥൻ അറിയും മോനെ. മറച്ചു വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല അവൻ നിശ്ചയിച്ച ഒരവധിയുണ്ട്. ചിലപ്പോൾ ചിലരൊക്കെ പറയും അകാലചരമമെന്ന്. യഥാർത്ഥത്തിൽ അർത്ഥമില്ലാത്ത വാക്കാണ്. കാലചരമമേ ഇവിടെ ഉണ്ടാകാറുള്ളൂ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരവധി എത്തിയാൽ അഥവാ അതിന് നിശ്ചയിക്കപ്പെട്ട സമയമെത്തിയാൽ അല്ലാഹു തആല ഒരാളെയും പിന്തിക്കുന്നില്ല. അപ്പോൾ നാം ഒരു ദിവസം യാത്രയാകേണ്ടി വരും. ഇന്ന് ഖാദിസിയയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മാതാവ്
35 വയസ്സോ മറ്റോ പ്രായമുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആ സഹോദരി മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ചെറുപ്പക്കാരിയായ സഹോദരി ക്യാൻസർ രോഗബാധിതയായി കുറച്ചുനാൾ രോഗത്തിൽ കിടന്നു. ഇപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. നാം മനസ്സിലാക്കണം, അങ്ങനെ എത്ര ആളുകളാ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നത്. 10 കിഡ്നി വീക്കാണെന്ന് പുതിയ സർവേ വ്യക്തമാക്കുന്നു. ചെറുതായി വീക്കുള്ളവർ മുതൽ വലിയ ഫെയിലുവറായ ആളുകൾ വരെ മൊത്തം കണക്ക് കൂട്ടിയാൽ 1/10 എന്നതാണ് കേരളത്തിലെ സർവേയുടെ റിപ്പോർട്ടെങ്കിൽ ആ കിഡ്നിയുമായി ബന്ധപ്പെട്ട് ഡയാലിസിസിന് വിധേയമായി മറ്റു പല ട്രീറ്റ്മെന്റുകൾക്കും വിധേയമായി വളരെ വിഷമിക്കുന്ന ആളുകളില്ലേ? ക്യാൻസർ രോഗബാധിതരായി ശരീരത്തിന്റെ പല ഭാഗവും ഇളകിപ്പോയവരില്ലേ? അല്ലാഹു മാരക രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു വിളിക്കുന്ന സമയത്ത് പോകേണ്ടവരാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പണ്ടൊരു മഹാൻ മനുഷ്യ ജീവിതത്തെ തുലനം ചെയ്തത്, ഒരാള് വീട്ടിൽ നിന്നിറങ്ങിയ സമയം മുതൽ ഒരു സിംഹം ഫോളോ ചെയ്യുന്നു. ആ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മനുഷ്യൻ വലിയ ഓട്ടമോടി. ഓരോ ടേണിങ്ങിനും എത്തുമ്പോൾ സിംഹം പറകിലുണ്ടോ എന്ന് നോക്കി. അതാ ആഞ്ഞു വെച്ച് അണച്ച് ഓടിയെങ്കിലും സിംഹം തൊട്ടുപിറകിലുണ്ട്. അയാൾ അവസാനം ഒരു കിണറിന്റെ തെല്ലിലേക്ക് കയറി. ഇവിടെ നിന്നാൽ സിംഹത്തിന് കയ്യെത്തുമെന്ന് അയാൾക്കറിയാം. എന്നാൽ കിണറിനകത്തേക്ക് ചാടാമെന്ന് കരുതി. അങ്ങനെ നോക്കുമ്പോൾ ആ കിണറിനകത്ത് പാമ്പുകളും തേളുകളും ധാരാളമുണ്ട്. അങ്ങനെ ബേജാറായി നിൽക്കുന്ന സമയം അത്ഭുതകരമായി ഒരു മരം ആ മരത്തിൽ ഇദ്ദേഹം കയറിപ്പിടിച്ചു. കുറച്ചു നേരം എറി. എന്നിട്ട് ഈ മരത്തിൽ നിന്ന് സിംഹത്തിന് എന്നെ പിടിച്ചിടാൻ കഴിയില്ലെന്ന് കരുതി അങ്ങനെ നിൽക്കുമ്പോൾ ആ മരത്തിന്റെ ചുവട്ടിലേക്ക് നോക്കി. 2 എലികൾ ആ മരത്തിന്റെ വേരുകൾ കാർന്നു തിന്നുകയാണ്. ഒരു വെളുത്ത എലിയും ഒരു കറുത്ത എലിയും ആ മരത്തിന്റെ വേരുകൾ കാർന്നു തിന്നുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ നെഞ്ചകമൊന്ന് കാളി. പക്ഷേ അല്പം കഴിഞ്ഞ് മേലോട്ട് നോക്കുമ്പോൾ ആ മരത്തിൽ കുറെ ഫ്രൂട്ട്സ് നിൽക്കുന്നു. അതിലൊരെണ്ണമെടുത്ത് തൽക്കാലം കഴിച്ച് ക്ഷീണം മാറാനെടുത്തു. കഴിച്ചപ്പോ നല്ല മധുരം. ആ മധുരത്തിലങ്ങ് ലയിച്ച് കഴിപ്പങ്ങ് തുടങ്ങി. ആ മധുരത്തിൽ ലയിച്ചിട്ട് ആ വേരിന്റെ അപകടാവസ്ഥ മറന്നു. അങ്ങനെ മധുരത്തിൽ ലയിച്ചങ്ങനിരിക്കുമ്പോ വേര് കാർന്നു തിന്ന എലികൾ അവരുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തു. മരം കടപുഴകി വീണോ. അതാ ദാഹിച്ച് പരവശനായി ആക്രോശത്തോടെ നിൽക്കുന്ന സിംഹത്തിന്റെ മുമ്പിലാണ് ഇവൻ തെറിച്ചു വീണത്. ആ സിംഹം ശരിക്കും ഇയാളെ കൈകാര്യം ചെയ്തു. എന്നിട്ട് ആ കിണറിലേക്ക് തന്നെ ഇട്ടു. കിണറിൽ ഇവനെ വെൽക്കം ചെയ്തതോ പാമ്പുകളും തേളുകളുമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഇതാണൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉപമ. അതിന്റെ അർത്ഥമെന്താ? വീട്ടിൽ നിന്നിറങ്ങി എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഗർഭാശയമാകുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഫോളോ ചെയ്യുന്ന സിംഹമാരാ? ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ. രക്ഷപ്പെടാൻ നേരം അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അടിസ്ഥാനമില്ലാത്ത മരമേതാ? ദുനിയാവാണ്. ഇന്നും സുഹൃത്തേ, നീ അശ്രദ്ധൻ തന്നെയോ? നീ നിന്റെ സ്വന്തം കാര്യമോർക്കുന്നില്ലയോ? നീ ഭൗതികത്തിൽ ആണ്ടുപൂണ്ടൊരു മോഹിയോ?
നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധവുമില്ലയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തെ എന്താ റബ്ബുനാ സൃഷ്ടിച്ചത്? ചൊവ്വാഴ്ച എന്താണ് ഹദീസിൽ വന്നത്? അയ്യൂബ് നബിക്കന്ന വിപത്തുണ്ടായതും മക്റൂഹുമാക്കും വന്നു വയ്പ്പിക്കുന്നതും നമ്മൾ ഇന്നലെ പറഞ്ഞത് ഉപദേശകാലത്തിൽ. അപ്പോൾ ഈ മനുഷ്യൻ മരമാകുന്ന ദുനിയാവിനെ കെട്ടിപ്പിടിച്ചു. ആ ദുനിയാവിന്റെ അടിസ്ഥാനമോ അതേ വേരുകൾ 2 എലികൾ കാർന്നു തിന്നുന്നു എന്ന് പറഞ്ഞല്ലോ. വെളുത്തതും കറുത്തതുമായ 2 എലി എന്ന് പറഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലുമാണ്. അതിന്റെ ചംക്രമണമങ്ങ് പൂർത്തിയാക്കിയപ്പോൾ ആ മരത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത മനുഷ്യന് മരം തലാഖ് ചൊല്ലി. ബുദ്ധിമാന്മാരായ അല്ലാഹുവിന്റെ അടിമകൾ അതാ അവര് തല്ലഖുദ്ദുന്യാ വഖാഫുൽ ഫിതന, അവര് ദുനിയാവിനെ തലാഖ് ചൊല്ലിയവരാണ്. ദുനിയാവിനെ കെട്ടിപ്പിടിച്ച ഈ മനുഷ്യന് ദുനിയാവ് അവസാനം തലാഖ് ചൊല്ലി. തലാഖ് ചൊല്ലിയപ്പോൾ സിംഹത്തിന്റെ കയ്യിൽ പെടാതെ പോകുമോ? ഇല്ല. അസ്രായീൽ ശരിക്ക് കൈകാര്യം ചെയ്തു. എന്നിട്ട് ഖബറാകുന്ന കിണറിലേക്ക് തന്നെ ഇവനെ വലിച്ചെറിഞ്ഞു. അവിടെ പാമ്പുകളും തേളുകളും ഇവനെ വെൽക്കം ചെയ്യുകയാണ്. ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മണ്ണിന്റെ ഭിത്തി, ഇരുളിന്റെ ഭിത്തി, മണ്ണിന്റെ തലയിട, മണ്ണിന്റെ വിരിപ്പ്, ഇതെല്ലാമുള്ള 6 അടി മണ്ണിൽ ആ ഖബറിലേക്ക് നമ്മൾ പോകേണ്ടവരല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, ഇതാണൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉപമ. ആ മധുരമുള്ള പഴം ദുനിയാവിന്റെ ഭൗതികമായ ചില രസങ്ങളായിരുന്നു. ആ രസങ്ങൾ എല്ലാ കാലവും കിട്ടുമെന്ന് ധരിച്ച് അതിൽ മയങ്ങി മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് രാപ്പകലുകൾ അവരുടെ കറക്കം പൂർത്തിയാക്കി ഇവന്റെ ആയുസ്സിന്റെ മണിക്കൂറുകൾ ചുരുങ്ങി ഇതാ ഇവൻ അവസാനം അസ്രായീലിന്റെ കയ്യിലേക്ക് പെടുക. ഏതായിരുന്നാലും പെടാതെ നിവൃത്തിയില്ല. അങ്ങനത്തെ ഈ മരണത്തെ ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ശരിയായ നിലക്ക് ആ മരണത്തെ പുൽകാൻ തയ്യാറെടുക്കേണ്ടത് അനിവാര്യമാണ്. മഹാനായ മമ്പുറം സയ്യിദ് അലവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവര് തമാശയ്ക്ക് പറഞ്ഞ വാക്കിൽ പോലും ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു എന്ന് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. ഞാനത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചു നടന്ന മഹാന്മാർ, അല്ലാഹുവിനെ കുറിച്ച് മാത്രം അവരുടെ ഖൽബിൽ നിറച്ച ആളുകൾ, അവർക്ക് ആ മരണത്തെ പുൽകാനൊരു പേടിയും ഇല്ലായിരുന്നു. കാരണം എന്താ? അവർക്ക് ലാഹിറും ബാത്തിനുമായ ലക്ഷണം ഈ മരണത്തെ നല്ല രീതിയിൽ പുൽകാൻ അനുകൂലമായിരുന്നു. അല്ലാ യതഹറക ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ അവർ ചലിക്കുന്നില്ല. മാത്രമല്ല അല്ലാ യദ്ഖുല ഫീ ഖൽബിഹി സിവല്ലാഹ്, അല്ലാഹു അല്ലാതെ അവരുടെ ഖൽബിലൊന്നുമില്ല. ആ നിലക്കുള്ള മഹാരഥന്മാർ മരണത്തെ വരിച്ചത് വലിയ സന്തോഷത്തോടെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് മരണം ഒരു വിഷയമല്ല. അവർക്ക് ജീവിതത്തിന്റെ വലിയ ചേഞ്ചായി അത് തോന്നിയില്ല. അവർ അല്ലാഹുവിലേക്ക് ലയിച്ചു ചേർന്നവരാണ്. അവര് മരണസമയത്ത് സന്തോഷിച്ചവരാണ്. അതാണ് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചത്. നീ മരണത്തെ നന്നായി മരിക്കാൻ കഴിയണമെങ്കിൽ ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി മരിക്കാൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്, തഖ്വയെ യഥാർത്ഥ നിലക്ക് സൂക്ഷ്മതയോടെ പാലിച്ച് മുന്നോട്ട് പോകണം. ഈ ആയത്തിറങ്ങിയപ്പോൾ വലിയ ചേഞ്ചാണ് സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടായത്. അന്ന് സഹാബി സമൂഹം ഈ ആയത്തിറങ്ങിയ ദിവസം ഒരാളും കട തുറന്നില്ല. ഒരാളും പുറത്തേക്ക് ഒരു വർക്കിനും ഒരു ക്രയവിക്രയത്തിനും ഇറങ്ങിയില്ല. കാരണം 100% തഖ്വ പാലിക്കാത്തവന് മുഅ്മിനായി മരിക്കാൻ കഴിയില്ല. ഈ വാണിംഗാണ് പരിശുദ്ധ ഖുർആൻ നൽകിയത്.
അന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ്, മഴയുടെ തണുപ്പ് നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നതിൽ വരരുത്, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരം മുതൽ ഇൻഡീസ് വരെ നീണ്ടുകിടന്ന 35 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായി ലോകത്തിന് മുഴുവൻ മാതൃകയായ ഭരണാധികാരിയാണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പുലരിയിൽ രാഷ്ട്രത്തിന് അഭികാമ്യമായ ഭരണത്തെ സെലക്ട് ചെയ്യുന്ന ഗാന്ധിജി ഉമറിന്റെ റൂളിങ്ങിനെ കുറിച്ച് ആവശ്യപ്പെട്ടത് ഗാന്ധിജി മുസ്ലിം ആയതുകൊണ്ടല്ല, ഗാന്ധിജിക്ക് ഇസ്ലാമിക ഭരണം ഈ രാജ്യത്ത് വരണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടുമല്ല. അദ്ദേഹം ഒരിക്കലും അതൊന്നും ആഗ്രഹിച്ചില്ല. മറിച്ച് ക്ഷേമൈശ്വര്യ സമ്പൂർണമായ ഒരു ഭരണത്തെ കെട്ടിപ്പടുക്കാൻ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് അത്ഭുതകരമായി കഴിഞ്ഞ ഉമറുൽ ഫാറൂഖ് സക്കാത്ത് വാങ്ങാൻ സ്വന്തം നാട്ടിൽ ആളില്ലാതെ സക്കാത്തിന് അർഹതയുള്ള പാവപ്പെട്ടവരുടെ ദരിദ്ര നാരായണന്മാരുടെ ലിസ്റ്റ് കുറഞ്ഞ കാലം കൊണ്ട് പരിഹരിച്ച് ക്ഷേമൈശ്വര്യ സമ്പൂർണമാക്കി അടുത്ത സ്ഥലത്തേക്ക് പ്രവിശ്യയിലേക്ക് കയറ്റിവിടുന്ന തരത്തിൽ വളരെ സമ്പന്നമായ സംതൃപ്തമായ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ കുറഞ്ഞ കാലയളവ് കൊണ്ട് പലിശരഹിത സമ്പൽ വ്യവസ്ഥ കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ഭരണാധികാരിക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് കഴിഞ്ഞു. ഇന്നും യഥാർത്ഥത്തിൽ ഒബാമയുടെ അഡ്രസ് ഉള്ളതോ ഇല്ലാത്തതോ ആയ ഒരു കുഞ്ഞ് അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ കിടപ്പുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെ തന്നെ ഉറക്കാൻ കിടത്തുമ്പോ ഉറങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ചു നേരമൊക്കെ രാരീരിലൊക്കെ പാടും. പണ്ടായിരുന്നെങ്കിൽ നഫീസത്തുമാലയൊക്കെ പാടുമായിരുന്നു. ഇപ്പൊ നഫീസത്തുമാല പാടാനൊന്നും സഹോദരിമാർക്ക് അറിയില്ല. നഫീസത്തുമാല കള്ളം കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പാടും. അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെ പേരോ നടിമാരുടെ പേരോ ഒക്കെ പറയാൻ പറഞ്ഞാൽ അതൊക്കെ അവർക്ക് കാണാതറിയാം. അതേസമയം റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ പേര്, നബിതങ്ങളുടെ പെൺമക്കളുടെ പേര്, നബിതങ്ങളുടെ ഉപ്പാപ്പമാരുടെ പേര് അതാർക്കറിയാം സഹോദരങ്ങളെ? ഇപ്പൊ വയലിന്റെ മജ്ലിസുകളിൽ പോലും സിനിമാ പാട്ടുകൾ പാടിയെങ്കിലേ ആളുകൾക്ക് രസമുള്ളൂ. ആ ഒരു ഗതികിട്ട കാലഘട്ടമാണ്. പണ്ടൊരു മുസ്ലിയാര് പറഞ്ഞു കേട്ടു, ഈ സിനിമാ നടന്മാരെ പേരൊക്കെ ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരും. നസീർ, സീമാ, കുതിരവട്ടം, ബപ്പു, സുശീല, യേശുദാസ്, കെ നായരു, വിശ്വംബരം, മമ്മൂട്ടിയും വാശങ്കറു. അവസാനം പിന്നുള്ള വരികൾ ഓർമ്മയില്ല, അയാൾ പാടിക്കേട്ടതാ. അവസാനത്തെ വരി അറിയാം. മാമാട്ടിക്കുട്ടി, അമ്മ ശൈത്വാൻ അവ്വലു, സുകുമാരനും സുകുമാരിയും വാഹിറൂ. തർത്തീബ് തെറ്റാതെ ചെല്ലും. അതേസമയം റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ പേര് ചോദിച്ചാലോ അറിയില്ല, ഉപ്പാപ്പമാരുടെ പേര് ചോദിച്ചാലോ അറിയില്ല. നമ്മുടെ കുട്ടികൾക്ക് ആദ്യമായി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലിമു ഔലാദക്കും മഹബ്ബത നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കണം. ഇന്നാരാ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? നിങ്ങൾ വളരെ വ്യക്തമായി ആലോചിക്കുക. പിന്നെ എങ്ങനെയാണ് തലമുറ നന്നായി വരിക? നമ്മൾ ഇന്നത്തെ വിദ്യാർത്ഥികളെ ഇങ്ങനെ കുറ്റപ്പെടുത്തും. എടാന്ന് വിളിച്ചാൽ പോടണ്ടാന്ന് പറഞ്ഞ് തിരിഞ്ഞോടുന്നു. ഉസ്താദെ, ഒന്ന് ചരട് മന്ത്രിച്ചു തരണം. ഇങ്ങനെ ലാസ്റ്റ് മൊമെന്റ് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? പശ്ചാത്തലം നന്നായെങ്കിലേ റിസൾട്ട് നന്നാവൂ. ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയെങ്കിലേ അതിന്റെ പ്രോഡക്റ്റുകൾ നന്നായി വരൂ. ഇത് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ദീനിനെ സൂക്ഷിക്കുന്നിടത്ത് അതാ ജനന സമയം മുതൽ ആ കല്യാണം വരെ, കല്യാണത്തിന് ശേഷമുള്ള ദാമ്പത്യ ബന്ധത്തിലടക്കം എല്ലാ വിഷയങ്ങളിലും സൂക്ഷിച്ചാലേ റിസൾട്ട് അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലക്ക് വളർന്നു വരികയുള്ളൂ. ഇത് നാം ശരിക്കും മനസ്സിലാക്കണം. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ലോകത്ത് കാണുന്ന അപജയങ്ങൾക്കൊക്കെ കാരണം യഥാർത്ഥത്തിൽ ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്റെ ഗൗരവം, അല്ലെങ്കിൽ മുസ്ലിമായി മരിക്കാൻ പറ്റില്ല എന്ന ഗൗരവമായ വാണിംഗ് അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ്, ഞാനതാണ് പറഞ്ഞത്. ഇന്ന് സഹോദരിമാരിവിടെയൊക്കെ പാട്ടുപാടിയിട്ട് ആ കുഞ്ഞ് ഉറങ്ങിയില്ലെങ്കിൽ ആ കുഞ്ഞിനെ പിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാ ഉറങ്ങുക. മോനെ, പോലീസുകാരൻ വരുന്ന മോനെ ഉറങ്ങിക്കോ, അല്ലെ കള്ളൂടിയം വരുന്ന മോനെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ചിലപ്പോ പേടിച്ചിട്ട് ഈ കുട്ടി ഉറങ്ങും. എന്നാൽ
അമേരിക്കയിലെ കുഞ്ഞിന് ആദ്യം തന്നെ മുലപ്പാല് കൊടുക്കാനൊന്നും അവിടെ ആരും കഷ്ടപ്പെടൂല. കൃത്രിമ പാല് കൊടുക്കും. രാരീരോ പാടാനൊന്നും അവിടെ സമയമില്ല. ആ കൃത്രിമ പാലിൽ ഒരു അനസ്തേഷ്യ ബാധിക്കുന്ന ടാബ്ലറ്റ് അടിച്ചു കൊടുക്കലാണ് പതിവ്. സുബ്ഹാനല്ലാഹ്. ലാസ്റ്റ് ദിവസമെങ്കിലും ഒരു മസാല കിട്ടിയല്ലോ. ഇനി സിനിമ ടിവിയുടെ മുമ്പിൽ ഇരിക്കുമ്പോ കുട്ടികളുടെ കരച്ചിൽ ഡിസ്റ്റർബൻസ് ആകാതിരിക്കാൻ ഒരു ഗുളിക അരച്ചു കൊടുത്തേക്കാം എന്ന് ഇതിൽ നിന്ന് മസാല പഠിച്ചു കൊണ്ടുപോകരുത് ഒറ്റ സഹോദരിമാരും. അത് അവിടെ കൊടുക്കുന്നതിന്റെ കാരണം മിക്ക കുട്ടികൾക്കും അൺനോൺ ഫാദറും അൺനോൺ മദറുമാ, അറിയപ്പെടാത്ത തന്തയും പറയപ്പെടാത്ത തള്ളയും. അതുകൊണ്ട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല, എങ്ങനെയെങ്കിലും ഉറക്കിയാൽ മതി. എന്നാൽ അങ്ങനെ ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ സ്ട്രോങ് വെയിനുള്ള ഒരു കുട്ടിക്ക് അനസ്തേഷ്യ ബാധിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിയെയും പിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഉറക്കുക. ആ ഭീഷണിപ്പെടുത്താൻ കള്ളുകുടിയം വരുന്ന മോനെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ കുഞ്ഞ് ഉറങ്ങൂല. കാരണം മുഴുക്കുടിയന്മാരുടെ നാടാണ് അമേരിക്ക. മൊത്തത്തിൽ അങ്ങനെ ഇപ്പൊ പറഞ്ഞുകൂടാ. ഒരുപാട് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തു വരുന്ന, നന്മയിലേക്ക് ഓരോ ദിവസവും എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണം അമേരിക്കയിലാണ് കൂടുതലായി ഇപ്പോൾ കാണുന്നത്. മാത്രമല്ല ഇസ്ലാമിക വിജ്ഞാന ചരിത്രത്തെ ഇവിടെ കുഴിച്ചുമൂടാൻ സ്പെയിൻ എന്ന മുസ്ലിം സ്പെയിനിനെ നഷ്ടപ്പെടുത്തിയെങ്കിൽ, കുഴിച്ചുമൂടിയെങ്കിൽ അതിന്റെ വക്താക്കളുടെ പിൻഗാമികളെ കൊണ്ട് സൈത്തൂന കോളേജ് എന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അമേരിക്കയിൽ ഉയർന്നു വരികയാണ്. ആ സൈത്തൂന കോളേജിൽ കുറച്ച് ഷിയ അധ്യാപകർ ഒഴിച്ചാൽ ബാക്കി മുഴുവനും പരമ്പരാഗത ഇസ്ലാമിക ശൈലിയിലാണ്, അഥവാ സുന്നി ലെവലിലാണ്. ശാസ്ത്രീയമായി നിരവധി കണ്ടുപിടുത്തങ്ങളുടെ കലവറയാകാൻ പോകുന്ന സൈത്തൂന കോളേജ് കൊർഡോവ യൂണിവേഴ്സിറ്റിയുടെയും മുസ്ലിം സ്പെയിനിന്റെയും ഓർമ്മ തരത്തക്ക രീതിയിൽ സൈത്തൂനയും അമേരിക്കയും മാറാൻ പോകുന്നു എന്ന് പോലും പുതിയ ചലനങ്ങൾ നമ്മെ സംശയിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും മുഴുക്കുടിയന്മാരാണ് പറഞ്ഞുകൂടാ. എന്നാലും കുടിയന്മാരുടെ നാടാണ് അമേരിക്ക. അതുകൊണ്ട് ഈ കുഞ്ഞ് അങ്ങനൊന്നും ഉറങ്ങൂല. പിന്നെ പോലീസ് വരുന്നെന്ന് പറഞ്ഞാൽ ഉറങ്ങോ? ഇല്ല. ലോക പോലീസാണ് അമേരിക്ക. പിന്നെ എന്ത് പറഞ്ഞിട്ടാ ഭീഷണിപ്പെടുത്തുന്നത്? ഉമർ കമ്മിങ്, ഉമർ കമ്മിങ്, ഉമർ വരുന്ന മോനെ ഉറങ്ങിക്കോ, ചത്തതുപോലെ ഉറങ്ങിക്കോ. സദ്ദാം വരുന്നെന്ന് പറഞ്ഞാൽ ഉറങ്ങൂല. ഗദ്ദാഫി വരുന്നെന്ന് പറഞ്ഞാൽ ഉറങ്ങൂല. സദ്ദാമിനെയും ഗദ്ദാഫിയെയും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റിയ ആളുകളല്ല. സദ്ദാം അവസാന നിമിഷത്തിലെങ്കിലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ മരണപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. ഗദ്ദാഫി അങ്ങനല്ല. അവസാനം അയാളെ ഓടിച്ചിട്ട് ജനങ്ങൾ കൊന്നിട്ട് ആ ഡെഡ് ബോഡി മീറ്റും ഫിഷുമൊക്കെ സൂക്ഷിക്കുന്ന മാർക്കറ്റിലെ ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ നാറിപ്പോയി. കാരണം ഗദ്ദാഫി അങ്ങനെ നാറാൻ കാരണം ഗദ്ദാഫി അല്ലെങ്കിൽ തന്നെ ഒരു ഫ്രോഡ് ലുക്കുള്ള ഭരണാധികാരിയായിരുന്നു. എപ്പോഴും തൊപ്പി ഇങ്ങനെയാണ് ഇടുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗദ്ദാഫിയുടെ ഫോട്ടോ ഓർമ്മയുണ്ടാവും. ഇങ്ങനെ തൊപ്പിയിടുന്ന ആളുകൾ എന്തായാലും ഫ്രോഡ് കക്ഷികളായിരിക്കും. സുജൂദിന്റെ സ്ഥലം മറച്ച് തൊപ്പിയിടുക. അപ്പോ മാത്രമല്ല അയാൾ വലിയൊരു പ്രഖ്യാപനം നടത്തിയത് പരിശുദ്ധ ഖുർആനിലെ കുൽ എന്ന പദം മുഴുവൻ വെട്ടിമാറ്റണം. കാരണം പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഡയറക്റ്റ് അതേ അഭിമുഖ സംഭാഷണമായ നബിയെ തങ്ങൾ പറയുക, നബിയെ അവിടുന്ന് പറയുക എന്ന് പറഞ്ഞ കുൽ എന്ന പദം മുഴുവൻ ഖുർആനിൽ നിന്ന് വെട്ടിമാറ്റണമെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരിയായിരുന്നു ഗദ്ദാഫി. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ എന്നിങ്ങനെ തുടങ്ങി ധാരാളം സ്ഥലത്ത് ഖുൽ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. നബിയെ തങ്ങൾ പറയുക അത് മുഴുവൻ ഖുർആനിൽ നിന്ന് വെട്ടിമാറ്റണമെന്ന് പറഞ്ഞ ലോകത്തെ വലിയ തോന്നിവാസിയായ ഭരണാധികാരിയായിരുന്നു അയാൾ. അപ്പൊ അവരൊന്നും കേട്ടാലല്ല ഇപ്പോഴും അമേരിക്കയിൽ കുഞ്ഞ് പേടിക്കുന്നേ. ഉമർ വരുന്നു എന്ന് കേട്ടാൽ
ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഇബ്ലീസ് ആ വഴിയുടെ മറുതലക്കൽ പോലും നിൽക്കൂല. ഇബ്ലീസ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അങ്ങനെയുള്ള പേടിസ്വപ്നമായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങിയ ദിവസം അന്ന് അവിടെ ഹാജരുണ്ടായിരുന്നില്ല, വിറക് വെട്ടാൻ പോയിരുന്നതാണ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു വേറൊരു സഹാബിയും കൂടി പഠന വിഷയത്തിൽ ഒരു പാർട്ട്ണർഷിപ്പിലായിരുന്നു. ഇന്ന് ക്ലാസ്സിൽ റസൂലുള്ളാഹി പറയുന്നത് മുഴുവൻ കേട്ടിട്ട് എനിക്ക് വൈകുന്നേരം വരുമ്പോ പകർന്നു തരണം. ഞാൻ പോയി വിറക് വെട്ടിക്കൊണ്ടുവന്ന് വിറ്റ് കിട്ടുന്ന പൈസയിൽ നിന്ന് പകുതി നിനക്ക് തരാം. നാളെ ഞാൻ കേൾക്കുന്ന ക്ലാസ് മുഴുവൻ നിനക്ക് പകർന്നു തരും. നീ എനിക്ക് പകുതി പൈസ വിറക് വെട്ടി കിട്ടുന്നതിൽ നിന്ന് എന്റെ ഉപജീവനത്തിന് തരണം. ഇങ്ങനെ 24 അവേഴ്സും റസൂലുള്ളാഹിന്റെ മുന്നിലുള്ള ക്ലാസ് ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടാൻ പാടില്ലെന്ന് ചിന്തിച്ച നേതാവായിരുന്നു സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. അന്ന് വിറക് വെട്ടാൻ വേണ്ടി പോകേണ്ട ഡേറ്റിലാണ് ഈ സംഭവം. വിറക് വെട്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ മാർക്കറ്റിലെത്തുമ്പോൾ ഒരൊറ്റ കടയും തുറന്നിട്ടില്ല, മാർക്കറ്റ് ഓപ്പൺ അല്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണ് ഇവിടെ ബന്ദ് പ്രഖ്യാപിച്ചത്? മദീനത്തെ സിറ്റിയിൽ ആരാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്? അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ലീഗും ജനതാദളും ബിജെപിയും ഒന്നുമില്ല. പിന്നെ ആരാ മദീനയിൽ റസൂലുള്ളാഹി ഭരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ബന്ദ് പ്രഖ്യാപിക്കാൻ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാ. ഉമർ റളിയല്ലാഹു അൻഹു പക്ഷേ ചോദ്യം ചോദിച്ചല്ലാതെ മറുപടി പറയാൻ അവിടെ ആരെയും കാണുന്നില്ല, ഒരാളും പുറത്തില്ല. അവസാനം ഒരു വീട്ടിൽ ചെന്ന് കതകിനെ മുട്ടി, പലയിടത്തും മുട്ടി, ആരും തുറന്നില്ല. കാരണം തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച തഖ്വക്ക് വിരുദ്ധമാണെങ്കിൽ പോർലേറ്റാൽ വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. തഖ്വ അതിന്റെ 100% കൃത്യമായ നിലക്ക് പാലിക്കാതെ മുസ്ലിമായി മരിക്കാൻ കഴിയില്ലെന്ന ഓർഡർ വന്നിരിക്കുക. ആരും തുറന്നില്ല. അവസാനം ഒരിടത്ത് എന്ന് പറഞ്ഞു, അന ഉമർ, ഞാൻ ഉമറാണ്, ഇഫ്തഹിൽ ബാബ്, മര്യാദയ്ക്ക് ബാബ് തുറക്കുക. വാതിൽ തുറന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഇവിടെ ഒരൊറ്റ കടയും തുറന്നിട്ടില്ലല്ലോ, എന്താണ് സംഭവിച്ചത്? ഉമറേ, ഒരു കടയും തുറന്നിട്ടില്ലേ? ഞാൻ എന്റെ കട തുറക്കാഞ്ഞത് ഇന്നലെ ആയത്തിറങ്ങിയത് നീ അറിഞ്ഞില്ലേ ഉമറേ? 100% തഖ്വ പാലിക്കാത്തവന് മുഅ്മിനായി മരിക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ കട തുറന്നില്ല, ഒരു കടയും തുറന്നിട്ടില്ല അല്ലേ? അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കടച്ചു. കാരണം ഇതിന്റെ ക്രിറ്റിസിസം വല്ലതും ഉമറുൽ ഫാറൂഖിൽ നിന്ന് വന്നാൽ അത് കേട്ടുകൊണ്ട് നിൽക്കാൻ ഈ സ്വഹാബിക്ക് പേടിയാ. തഖ്വക്ക് പോർലേറ്റാലോ. റളിയല്ലാഹു അൻഹു നേരെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, ഉറക്കെ സ്വലാത്ത്, ആ തണുപ്പൊക്കെ പോട്ടെ, ഇലാ ഹദ്റത്തി സയ്യിദിനാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടെ സീറ്റ് ഇല്ലാതെ നിൽക്കുന്നവര്, ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് മഴപൊടിപ്പ് നിന്നില്ലേ? ഇവിടെ കസേര ഒന്ന് തുടച്ചു കൊടുക്കണം വളണ്ടിയേഴ്സ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അത് തുടച്ച് തരാൻ ഇവിടെ ആള് നിൽപ്പുണ്ട്. അതുകൊണ്ട് വരുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ആ വെള്ളമൊക്കെ മാറ്റി ഒന്ന് തുടച്ചു തരും. അവിടെ ഇരിക്കുന്നവർ അവിടെ തന്നെ ഇരുന്നോളി. ഇനിയിപ്പോ മഴ പെയ്താ പിന്നെ അങ്ങോട്ട് നിങ്ങൾ പോകാൻ നിൽക്കണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതാ ഒരൊറ്റ കടയും തുറന്നിട്ടില്ല നബിയേ. എന്ത് സംഭവിച്ചു? ഇങ്ങനെ പോയാൽ മുസ്ലിങ്ങൾക്ക് വാണിജ്യ വ്യാവസായിക മണ്ഡലങ്ങളിൽ 0 ആയി പോകുമല്ലോ നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, നീയാണ് കാരണം ഉമറേ. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്, എന്തുകൊണ്ട് നീ ഈ ആയത്തിറങ്ങിയപ്പോ ഇവിടെ ഉണ്ടായില്ല? അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പ്രഖ്യാപിക്കുന്ന ആയത്തിന്റെ ഹുക്മുകൾ അതിൽ സ്വാധീനം ചെലുത്താൻ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് കൊടുത്ത് റെഡിയാക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നബിതങ്ങൾ അങ്ങനെ ചോദിച്ചത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, നബിയേ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി എന്നതിന്റെ വിശദീകരണം ഇത്തഖുല്ലാഹ മസ്തതഅ്തും,
നിങ്ങളുടെ കഴിവിന്റെ പരമാവധി 100%. അതുകൊണ്ട് വിഷമിക്കണ്ട. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും വെട്ടിപ്പും തട്ടിപ്പും അളവ് കുറയ്ക്കലും തൂക്കത്തിൽ കുറയ്ക്കലും ഒരു കാരണവശാലും പാടില്ല. കാരണം അത് മുഴുവനും കാണുന്ന അല്ലാഹു ആകുന്ന രാജാവ് നിന്റെ മേലെയുണ്ടെന്ന ബോധം വേണം. അതേസമയം ഒട്ടും മനഃപൂർവമല്ലാതെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അത് നിന്നെ ബാധിക്കില്ല. ഇത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി 100%. ഐബുള്ളത് കാണിച്ച് വിൽക്കണം. അളവിലും തൂക്കത്തിലും വെട്ടിക്കാൻ പാടില്ല. സ്വർണം പോലത്തത് കച്ചവടം ചെയ്യുമ്പോൾ രൊക്കം കച്ചവടം തന്നെ നടത്തണം. ഇങ്ങനെ തുടങ്ങി കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒന്നുമില്ലാതെ റെഡിയായ ഹലാലായ കച്ചവടം നടത്തിയാൽ അതിൽ പിന്നെ അറിയാതെ സംഭവിക്കുന്നത് അത് തഖ്വയെ ബാധിക്കില്ല. ഈ പ്രഖ്യാപനം അങ്ങ് കേട്ട ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ചെന്നിട്ട് അവരോട് പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് പോയി കട തുറക്കുക. പള്ളിക്കകത്തും വീട്ടിനകത്തും കുത്തിയിരിക്കേണ്ടവരല്ല നാം. നമുക്ക് കച്ചവടം അല്ലാഹു ഹലാലാക്കി തന്നിട്ടുണ്ട്. സൂക്ഷ്മതയോടെ കച്ചവടം ചെയ്യുക. ഇത് പറഞ്ഞുകൊണ്ടവരെ പറഞ്ഞു വിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വരവും അന്ന് മദീനയിലുണ്ടായ പശ്ചാത്തലവും ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാനെങ്ങാണ് ഇവിടെ ആദ്യത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നോദിയാൽ ഒരു പക്ഷേ മലയാളത്തിൽ പോലും അറിയാവുന്ന ആയത്ത് എന്നുള്ള തോന്നൽ നമുക്കുള്ളത് കൊണ്ട് ഇത് പഴയ വഴുതലാണെന്ന് പറഞ്ഞ് ചിലപ്പോ ആളുകൾ പോയേനെ. അത്രക്ക് പരിചയമുള്ള ആയത്താ. പക്ഷേ ആ ആയത്തിറങ്ങിയപ്പോൾ അന്ന് സഹാബത്തിന്റെ സമക്ഷത്തിലുണ്ടായ ചലനമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. നമ്മൾ എത്ര ആയത്ത് കേൾക്കുന്നു, എത്ര ഹദീസ് കേൾക്കുന്നു, വേണ്ടത്ര ഒരു പരിഗണന വരുന്നില്ല. നമ്മുടെ ഈമാൻ കമ്മിയായി പോയതുകൊണ്ടാണ്. നിങ്ങൾക്കറിയുമോ, ഒരിക്കൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ മദീനത്തെ പള്ളിയിൽ അതാ എല്ലാവരും പ്രസംഗമൊന്നുമില്ല, ഇനി ക്ലാസ് ഒന്നുമില്ല എന്ന നിലക്ക് പിരിയാൻ പോകുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇജ്ലിസൂ, നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കണം. അതാ ഒരു പ്രസംഗമുണ്ട് എന്ന അർത്ഥത്തിൽ അവിടെ ഇരിക്കാൻ പറഞ്ഞു. സഹാബത്ത് മുഴുവൻ ഇരുന്നു എന്നതിൽ ഒരു സംശയം ആർക്കും പ്രകടിപ്പിക്കാനില്ലല്ലോ. അതേ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു തൊട്ടടുത്ത ബനൂ ഹന്ദ് ഗോത്രക്കാരുടെ വീട്ടുമുറ്റത്തെത്തിയിരുന്നു. പക്ഷേ ഇജ്ലിസൂ എന്ന റസൂലുള്ളാഹിന്റെ വാക്ക്
അബ്ദുല്ലാഹി ഇബ്നു റവാഹയ്ക്ക് മംഗളമോദിയിട്ട് കാര്യമായി ദുആ ഇറക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവും റസൂലും പറഞ്ഞത് കൃത്യമായി പാലിക്കുമ്പോൾ നല്ല മരണം പുൽകാൻ നമ്മൾ നിസ്കാരം ഖദാക്കാൻ പാടില്ല. നമ്മുടെ അമലുകൾ നന്നാക്കിക്കൊള്ളണം. സിറാത്തും മുസ്തഖീമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച വിശ്വാസം വേണം. വിശ്വാസവും കർമ്മവും റെഡിയാക്കി അതിന്റെ ശരിയായ പാതയിൽ അല്ലാഹുവിനെ കുറിച്ച്, അല്ലാഹു നമുക്ക് നൽകാൻ പോകുന്ന മരണത്തെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ട് നീങ്ങിയ മനുഷ്യന്മാർ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരഞ്ഞില്ലേ മരണത്തോർത്ത്? ഉമറുൽ ഫാറൂഖ് കരഞ്ഞില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കരഞ്ഞില്ലേ? ഖബറിന്റെ അടുക്കലൂടെ പോയാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതാ ഏങ്ങലടിച്ച് കരയാറുണ്ടായിരുന്നു. കണ്ണുനീര് വാർത്തല്ലാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മഖ്ബറയിലൂടെ നടന്നുപോയില്ല. നാളെ കിടക്കാനുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കി അതാ നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹാ 100 കണക്കിന് ഖത്മുൽ ഖുർആൻ ഖബർ കുഴിച്ചിട്ട് ആ ഖബറിൽ കിടന്ന് ഇരുന്ന് ഓതി. അതിനുശേഷമാണ് ഖബറിലേക്ക് പോയത് കേട്ടോ. അത്തർ പൂശിയിട്ട് മലക്കുൽ മൗത്തിന് സ്വീകരണം നൽകിയ മഹാന്മാരില്ലേ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മരണത്തിന്റെ ഏറ്റവും അവസാനത്തോട് അഥവാ മരണത്തോടടുക്കുന്ന ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഭാര്യയോട് പറയുന്നെന്റെ വല്ലഭേ, നീ ആ കിതാബിന്റെ അടുത്ത് ഞാൻ പ്രത്യേകം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അത്തരെടുത്ത് കൊണ്ടുവാ. ഏറ്റവും മുന്തിയ അത്തറ് അത് കൊണ്ടുവന്ന് പുരട്ടിത്തരാൻ പറഞ്ഞു. പുരട്ടി നീ അടുക്കളയിലേക്ക് പോകണമെന്ന് പറഞ്ഞയച്ചു. അല്പം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ ലോകത്തോട് വിട പറഞ്ഞ സൽമാനുൽ ഫാരിസി അത്തറ് പൂശിയിട്ട് അസ്റായീലിന് സ്വീകരണം നൽകാൻ അല്ലാഹു യോഗ്യത നൽകിയ മഹാനല്ലയോ? ഇത് പറയുമ്പോ നമ്മുടെ മനസ്സ് അതാ വഫാത്തിന്റെ വേളയിൽ ബഷീർ ഹാജി പറയുന്നു, വഫാത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് പേരോട് ഉസ്താദിനെ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ, മഹാനായ തങ്ങളവരുടെ ഹാല് ഒരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട്, സീരിയസ് ആയി തോന്നുന്നുണ്ട്. ഉടനെ തന്നെ കുടുംബക്കാർക്ക് വിളിച്ചു നോക്കുമ്പോ അവര് പറയുന്നു വലിയ സീരിയസ് ഒന്നുമില്ല. അതാ ഒരു പ്രത്യേകമായി ഒരു ഗ്ലൂക്കോസ് അതാ കുത്തിയിട്ടിരിക്കുന്നു, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ബഷീർ ഹാജി അത് പറയാൻ കാരണം? വളരെ വ്യക്തമായി സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷം വളരെ വേഗം ആ റൂമിലെത്തി. ഈ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുമ്പോൾ ഗസാലി ഇമാമിന്റെ മരണവേളയെ കുറിച്ച് അറിഞ്ഞ ആ സഹോദരൻ അത് വെച്ചുകൊണ്ടാണ് പേരോട് ഉസ്താദിന് ഫോൺ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഫാത്തിന് 2.5 ആഴ്ച മുമ്പാണ് സാധുവായ ഞാനവിടെ എത്തിയത്. അന്ന് തങ്ങളുപ്പാക്ക് നല്ല ഓർമ്മയൊന്നുമില്ല എന്ന് പറഞ്ഞ് ചിലരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. ആ സമയത്താണ് ഞാനൊന്ന് കാണാൻ വേണ്ടി KC റോഡിൽ ഒരു വഴകുള്ള സമയത്ത് കുറച്ചു നേരത്തെ എട്ടിക്കുളത്തുപോയി ശൈഖുനായെ കാണാൻ. അവിടുന്ന് കിടന്ന ഖുറാത്തങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ സിറ്റ് ഔട്ടിലിരിക്കാൻ പറഞ്ഞു. അഷ്റഫ് തങ്ങൾ വന്നിട്ട് അവരുടെ ഡ്രൈവറും പേരക്കുട്ടിയുമെല്ലാമായ ആ തങ്ങൾ വന്നിട്ട് ഞങ്ങളോട് പറയുന്നു, പക്ഷേ പറഞ്ഞെങ്കിലും ഞങ്ങൾ ഇരുന്നില്ല.
മുമ്പ് തന്നെ ആ തുറന്നു കിടന്ന വാതിലൂടെ അഷ്റഫ് തങ്ങൾ അകത്തേക്ക് കടക്കുമ്പോ തന്നെ കൊല്ലത്തുനിന്നുള്ള സഖാഫി വന്നിട്ടുണ്ട്. പാപ്പ ഒന്ന് കയറി വരാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താജുല്ലുലമയെ അപ്പോൾ ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങളെ താജുല്ലുലമയും കാണുന്നില്ല. പക്ഷേ തുറന്നു കിടന്ന കഥകിലൂടെ ഞങ്ങളെ അപ്പുറത്തേക്ക് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് കടന്ന അഷ്റഫ് തങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. കേട്ട ഉടനെ മഹാനായ താജുല്ലുലമ പറയുന്നു, ആ തടിയനല്ലേ ഇങ്ങ് കയറി വരാൻ പറ. ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറുന്നില്ല, മായുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമയെ പോലെ മുഖറബായ ഉലമാക്കളിൽപ്പെട്ടവരല്ലല്ലോ നമ്മള്, അവിടുത്തെ സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവരല്ലല്ലോ നമ്മള്. എങ്ങോ കിടക്കുന്ന ഒരു ഖാദിമല്ലെങ്കിൽ മുതഅല്ലിമായ നമ്മളവരെ ആ സ്മൃതി മണ്ഡലത്തിൽ നല്ല ഓർമ്മയുള്ള സമയത്താണ് അവർക്ക് ഓർമ്മയില്ലെന്ന് പ്രചരിപ്പിക്കാൻ പ്രസംഗവുമായി ചിലര് നടന്നത്. അതെനിക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാനന്ന് കണ്ടതിന് ശേഷം അതാ KC റോഡിൽ വയത്, പിറ്റേന്ന് ഞാൻ പൂച്ചക്കാട് വന്ന് വയത് പറയുമ്പോ ഇന്നലത്തെ സംഭവം അങ്ങ് പറയുന്ന വേളയിൽ അവിടെ ഒരുപാട് ആളുകൾ എന്നെ പ്രസംഗം കഴിഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ച് മുത്തി. ഞാൻ ചോദിച്ചു, എന്താ സംഭവം? കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാള് വന്ന് തുള്ളാൾ തങ്ങളെ കുറിച്ച് വളരെ ഓർമ്മയില്ലാത്തയാളെന്ന നിലക്ക് സംസാരിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവർക്ക് പൈസയില്ലെങ്കിൽ പറയാൻ പറഞ്ഞു പോലോ. ഇത് കേട്ടപ്പോ കേട്ടുനിന്ന SSFകാര്, SYSകാര്, SMAക്കാര് അവർക്കവിടെ നിൽക്കാൻ തോന്നുന്നില്ല. SSFന്റെ കുട്ടികൾ കയറി ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ കാരണവന്മാര് പറഞ്ഞു, വേണ്ട, നമ്മുടെ ഉസ്താദുമാരത് പഠിപ്പിച്ചിട്ടില്ല. സങ്കടം കൊണ്ട് കരഞ്ഞുപോയി. അവരാണ് വന്ന് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കയറി ഈ ചാൻസിലകത്തേക്ക് ചെന്നു. ഇടത്തെ കൈകൊണ്ട് എന്റെ വലത്തെ തോളിൽ 2-3 തല്ലു, തലോടൽ എന്ന് പറഞ്ഞാൽ മതി. തല്ല് കിട്ടാൻ തന്നെ നേർച്ചയാക്കി പോകുന്ന ആളുകളുണ്ട്, നമുക്കറിയാം. എല്ലായാലും കുറെ നേരം കുശലമായി സംഭാഷണം നടത്തി. ശരീരത്തിന്റെ കനം ഒരൽപ്പം കുറവുണ്ട്. ഭക്ഷണം അങ്ങനെ കൂടുതൽ കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. ജ്യൂസ് പോലെ, സംസം വെള്ളം പോലെ, ഷഹർ മുബാറക്കിന്റെ വെള്ളം പോലെ അങ്ങനത്തെ പുണ്യജലങ്ങളും അല്ലെങ്കിൽ കുടിക്കാനുള്ള പാനീയങ്ങളുമല്ലാതെ ഉപയോഗിക്കുന്നില്ലെന്ന് ഖാദിമീങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ശരീരം ഒരൽപ്പം ചുരുങ്ങിയിട്ടുണ്ട്, പക്ഷേ നല്ല ആരോഗ്യമുണ്ട്. എന്നിട്ട് കുറെ നേരം സംസാരിച്ചു. ഇടയ്ക്ക് വെച്ച് ഞാൻ ചോദിച്ചു, ശാരീരികാവസ്ഥ എങ്ങനെയുണ്ട്, ഇപ്പോഴാണോ അന്വേഷിക്കാൻ വരുന്നതെന്ന് വരെ ചോദിച്ചു. സരസമായി സംഭാഷണം നടത്തി. ഒരു ചെറിയ ഹദിയ കയ്യിൽ കൊടുത്തപ്പോ ഇരിക്കുന്ന സോഫയുടെ വലത് സൈഡിലേക്ക് ബിസ്മി ചൊല്ലി വാങ്ങിയത് വെച്ചു. എന്നിട്ട് ഞങ്ങളെ പോരാനെടുക്കുകയാണ്. അഷ്റഫ് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഒന്ന് മന്ത്രിച്ചു കൊടുക്കും പാപ്പ, ദൂരെ നിന്ന് വരികയല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്റെ തലക്ക് പിടിച്ചു മന്ത്രിച്ചു. എന്റെ ഡ്രൈവർക്ക് മന്ത്രിച്ചു കൊടുത്തു, മുതഅല്ലിമിന് മന്ത്രിച്ചു. ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനായി കൈ പിടിച്ചു മുത്തിയിട്ട് ഞാനൊന്ന് മുഖത്ത് നോക്കി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വല്ലാതെ പ്രശോഭിക്കുന്ന വദനമാണ്, ലംഘുന്ന മുഖമാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് പുറത്തേക്കിറങ്ങിയപ്പോ ഒരു ഫീലിംഗ് മറ്റൊന്നുമല്ല. താജുൽ ഉലമയ്ക്ക് ഇനിയും ആഫിയത്തിനും ദീർഘായുസിനും നമ്മൾ ദ്വാരക്കുന്നത് തങ്ങളുപ്പാക്ക് താല്പര്യമാകുമോ എന്നെന്റെ കൽബില് ആവശ്യമില്ലാത്തൊരു ഫീലിംഗ് അങ്ങ് തോന്നി.
ഡൗട്ടല്ല, ഒരു വിരോധവും ശൈഖുനായോടില്ലെന്ന് അല്ലാഹുവിനറിയുമല്ലോ. അതേ സമയത്ത് ഫീലിംഗ് ഇങ്ങനെ വരാൻ കാരണം തങ്ങളും പാപ്പ എല്ലാ മജ്ലിസിലും വലിയ സമ്മേളനത്തിലും ശൈഖുനാ കാന്തപുരം ഉസ്താദ് അടക്കമുള്ളവർ താജുൽ ഉലമയുടെ ആഫിയത്തുള്ള ദീർഘായുസ് എന്ന് പറഞ്ഞ് ദ്വാരക്കുമ്പോൾ തങ്ങൾ അതേ വേദിയിൽ വെച്ച് പറയും, എല്ലാവരും ദ്വാരന്നിട്ട് ഒരുപാട് കാലമായി ഞാനിവിടെ ജീവിക്കുന്നു, പക്ഷേ എനിക്ക് ഇൽമ ലംഘിയിട്ടങ്ങ് മരിക്കണം, നാഫിയായ ഇൽമ ലംഘിയിട്ട് എനിക്കൊന്ന് മരിക്കണം, ഇതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞത് നമ്മൾ സ്റ്റേജിലിരുന്നു തന്നെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു തോന്നൽ അങ്ങനെ വരാൻ കാരണം അതാ. പക്ഷേ 2.5 മണിക്കൂർ കഴിയുമ്പോ KC റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിയപ്പോൾ അവിടെ പ്രസംഗം തുടങ്ങാനായപ്പോ ഖുറാത്തങ്ങൾ അതിലെ കൂടി വന്നു. ഖുറാത്തങ്ങൾ വരുമ്പോ കൈ കാണിച്ചു നിർത്തി അവിടുത്തെ സഅദി ഉസ്താദ്, സഅദിയയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ പ്രഗത്ഭനായ മുദരിസ് കൈ നീട്ടിയപ്പോൾ അവിടെ ഖുറാത്തങ്ങളുടെ വണ്ടി നിർത്തി തങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു, കൊല്ലം സഖാഫിയുടെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണമുണ്ട്, ഒരു 5 മിനിറ്റ് ദ്വാരം വന്നിട്ട് പോകുമോ? തങ്ങൾ സഅദി ഉസ്താദിനോടുള്ള താല്പര്യം കൊണ്ട് പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറി വന്നു. 10 മിനിറ്റിൽ താഴെ ദ്വാരുന്നു. ആ ദ്വായിൽ പ്രധാനമായും പറഞ്ഞത് 10 മിനിറ്റിൽ താഴെ ദ്വാ എന്ന് പറഞ്ഞാൽ ഖുറാത്തങ്ങളുടെ ഏറ്റവും ചെറിയ ദ്വാ ഞാൻ അവിടുന്ന് കേൾക്കുന്നത്. തങ്ങൾ ആ ദ്വായിൽ പറഞ്ഞു, മക്കളെ, താജുൽ ഉലമ എന്റെ പിതാവ് ക്ഷീണത്തിലും പ്രായത്തിലുമാണ്. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ് പ്രായത്തിലും ക്ഷീണത്തിലുമാണ്. കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് ക്ഷീണത്തിലും പ്രായത്തിലുമാണ്. ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് നമ്മുടെ മജ്ലിസിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമുക്ക് ഉടൻ തന്നെ ഇൻഷാ അല്ലാഹ് ദിക്റും സ്വലാത്തും ചൊല്ലി ദുആയിലൊന്ന് പിരിയാം. വീണ്ടും ചെറിയ ചാറ്റൽ മഴയുള്ളത് കൊണ്ട് പരീക്ഷണത്തിന് നിൽക്കുന്നില്ല. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, അവിടെ ഇരുന്ന് ദ്വാരക്കുമ്പോ പറയാ, നിങ്ങൾ ഇവർക്കെല്ലാം ആഫിയത്തിനും ദീർഘായുസിനും ദുആയിരുന്നു കൊള്ളണം. അവരൊക്കെ അസ്തമിച്ചാൽ ലോകം അസ്തമിച്ചു മക്കളെ. നോക്ക് നിങ്ങൾ, എനിക്ക് കിട്ടാനുള്ള ഡോസ് തർബിയത്ത് എന്ന് പറഞ്ഞുകൂടെ, അതിന് ക്വാളിഫൈഡ് അല്ല നമ്മള് എന്നതുകൊണ്ട്. അതല്ല, പാപങ്ങൾക്ക് മൊത്തം കിട്ടുന്ന തർബിയത്ത് എന്ന് പറഞ്ഞാൽ തർബിയത്ത് 2.5 മണിക്കൂർ കഴിയുമ്പോ ആ മനസ്സിലുണ്ടായ ഫീലിംഗിന് അവിടെ മറുപടി കിട്ടുകയാണ്. ആ മഹാനായ ശൈഖുന അവിടുത്തെ വഫാത്തിന്റെ വേളയിൽ അവിടുന്ന് ബുർദ ഇങ്ങനെ കേട്ട് അതുപോലെ ദീനിയായ ആ മഹത്തായ ചലനങ്ങൾ മാത്രമുണ്ടായി. വളരെ സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു അവസരം നൽകിയ മഹത്തുക്കൾ നമ്മുടെ കൺമുന്നിലില്ലേ? അതുകൊണ്ട് നല്ല മരണം പൊയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഇതാ ചെറുപ്പക്കാരനായ അബ്ദുറഹ്മാൻ അഹ്സനി എന്ന പണ്ഡിതൻ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹാനായ സുലൈമാൻ ഉസ്താദിന്റെ മകനാണ്, പൊന്മള ഉസ്താദിന്റെ ജാമാതാവാണ്. ഈ അബ്ദുറഹ്മാൻ അഹ്സനി തലേന്ന് വ്യാഴാഴ്ച വരെ ദർസ് നടത്തി. വെള്ളിയാഴ്ച രാവിലെ 10:30 വരെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി SSFന്റെ നേതൃത്വം എന്ന നിലക്ക് ഓടി നടന്ന് പ്രവർത്തിച്ചു. 10:30 വീട്ടിലെത്തിയപ്പോൾ ചെറിയൊരു ക്ഷീണം. ആ ക്ഷീണം വന്നപ്പോൾ അടുത്തുനിന്ന സുഹൃത്തുക്കൾ കിഡ്നി ഫെയിലുവർ ആണെന്ന കാരണത്താൽ എന്നെ വിളിച്ചു പറഞ്ഞു. സുലൈമാൻ ഉസ്താദ് പറയുകയാണ്, 3-ന്റെ അന്ന് ഞാൻ ചെന്നപ്പോ നേരിട്ട് എന്നോട് പറയാ, സഖാഫി, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അല്ലാഹ് 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 പുഞ്ചിരിക്കുന്ന വദനത്തോടെ ആ ജലാലത്തിന്റെ ഇസ്മ ചൊല്ലിക്കൊണ്ട് കിടക്കുകയാണ്.
ഞാൻ മോനെ എന്ന് പോലും വിളിച്ചില്ല. കാരണം ഓ എന്നൊരു തിരിച്ചുള്ള വിളി കേൾക്കല് വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ആവേശത്തോടെ നിരവധി തവണ സുസ്മേരവദനായി കലിമത്തു തൗഹീദ് ഉറക്ക ചൊല്ലി തനിയെ കണ്ണടച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാ, ഞാൻ ചോദിച്ചു, ഉസ്താദെ അപ്പോൾ സമയം എത്രയായി? ജുമാക്ക് വാങ്ക് വിളിക്കാൻ ഇനി 10 മിനിറ്റ് ബാക്കിയാ. ആ സമയത്താണ് വഫാത്തായത്. ആ ജുമാ പോലും കടപ്പാടായി വന്നില്ല. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു മരണപ്പെട്ടു എന്ന വാർത്ത മനസ്സിലായപ്പോൾ വീട്ടുകാര് ചെറിയ കരച്ചില് തുടങ്ങി. ഞാൻ പറഞ്ഞു ഒരാളും കരഞ്ഞു പോകരുത്. ഞാൻ കിതാബോധി പഠിച്ചതിൽ സ്വാലിഹീങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ പഠിച്ചോ ഏറെക്കുറെ അത് മുഴുവനും വ്യക്തമാക്കിയാണ് എന്റെ മകൻ യാത്രയായത്. എന്നാലും മഗ്ഫിറത്തിനും റഹ്മത്തിനും ദ്വാരുന്നു, ഒരാളും ഇവിടെ കരഞ്ഞു പോകരുത്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പള്ളിക്കലേക്ക് പോന്നു. 5 മിനിറ്റ് അവിടെ നിന്നിട്ട് പള്ളിയിലേക്ക് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഉസ്താദ് കടന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു മകൻ മരണപ്പെടുമ്പോൾ ആ മരണത്തിന്റെ ലക്ഷണങ്ങൾ ആരാ? മുഹമ്മദ് കുഞ്ഞ് സഖാഫി അല്ല, മഹാനായ സുലൈമാൻ ഉസ്താദ് എന്ന ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിന്റെ ശിഷ്യൻ, ആ ഇഹ്യാ സുന്നയിലെ പ്രിൻസിപ്പൽ, സമസ്തയുടെ ഉപാധ്യക്ഷൻ മഹാനവറുകൾ പറയാ, പഠിച്ച സ്വാലിഹീങ്ങളുടെ ലക്ഷണങ്ങൾ സഫലമായി അല്ലെങ്കിൽ അതാ പ്രത്യക്ഷമായി കണ്ടു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഞാൻ 5 മിനിറ്റ് നിന്നിട്ട് പള്ളിക്കലേക്ക് പോന്നു. ആ ഉപ്പയുടെ ഈമാൻ, ആ മകന്റെ ഈമാൻ, അല്ലാഹുവേ ദറജകളെ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഉസ്താദ് പറയാ, എന്നിട്ട് ഞാനിങ്ങ് പള്ളിക്കലേക്ക് പോന്നു. പിന്നീട് വരപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ചേളാരിക്കടുത്തൊരു പരിപാടിയിൽ ഉസ്താദ് സംസാരിക്കുമ്പോ പറഞ്ഞു, എന്റെ മകൻ അബ്ദുറഹ്മാൻ അഹ്സനി മരണപ്പെട്ട ശേഷം പല ആളുകളും സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ കൂട്ടുകാരോടൊക്കെ അവൻ ചോദിക്കുന്നു, നമ്മുടെ ദീനിന്റെ പ്രവർത്തനം എന്തായി, സുന്നത്ത് ജമാഅത്തിന്റെ വർക്ക് പ്രവർത്തനം എന്തായി എന്ന് ചോദിക്കുന്നു. നല്ല സന്തോഷ വാർത്തയാണ് അങ്ങനെ കിട്ടുന്നത്. അഭിമാനത്തോടെ പണ്ഡിത ശ്രേഷ്ഠൻ എടുത്തുദ്ധരിക്കുകയാണ് മക്കളെ. അതുകൊണ്ട് നല്ല മരണം നമ്മുടെ പ്രാസ്ഥാനിക സൗധത്തിൽ അടിയുറച്ചു നിന്ന് അത്യധ്വാനം ചെയ്ത് സാന്ത്വന പ്രവർത്തനങ്ങളിലും മറ്റു കർമ്മ മേഖലകളിലും നിരതരാകാൻ നല്ല ഇൻസ്പിറേഷനല്ലേ, നല്ല പ്രേരണയല്ലേ, നല്ല പ്രതീക്ഷയല്ലേ. പെട്ടെന്ന് വിട പറഞ്ഞ മഹത്തുക്കൾ അവർ നമുക്ക് നഷ്ടമാണെങ്കിലും അവരുടെ യാത്രാവേളയിൽ അവർ പ്രകടിപ്പിച്ച ഖൈറിന്റെ ലക്ഷണങ്ങൾ ചെറിയ കാര്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ മുസ്ലിംമാർക്കും തങ്ങന്മാർക്കും മാത്രം ഇങ്ങനെ ആകാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. 85 വയസ്സുള്ള 82 വയസ്സ് പ്രായത്തിലുള്ള ഹനഫി മദ്ഹബിൽ ജീവിക്കുന്ന കുറെ ആളുകൾ ഈസ്റ്റേൺ പ്രൊവിൻസ്, കിഴക്കൻ പ്രവിശ്യകളിലുണ്ട്. വിശേഷിച്ച് നമ്മുടെ പത്തനംതിട്ട പ്രദേശം പോലെയുള്ള സ്ഥലത്ത്. അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ 2 കൈകൊണ്ടും സ്വീകരിച്ച ഒരു മൈദീങ്കണ്ട് റാവുത്തർ ഈ അടുത്ത സമയത്ത് വഫാത്തായി. ഞാനവിടെ ജുമാക്ക് ഒരു 2 മണിക്കൂർ മുമ്പ് അവിടെ എത്തുമ്പോ നമ്മുടെ ഹിഫ്ദിലെ കുട്ടികൾ, അടുത്തുള്ള കുട്ടികളെ 100 ചില്ലാനം കുട്ടികൾ അവരവിടെ വന്ന് ഓഹരി ചെയ്ത് അവർക്ക് വേണ്ടി ഖത്മുൽ ഖുർആൻ ഓതി 70,000 ദിക്ർ ചൊല്ലി സജീവ പ്രവർത്തകനായി അതിന്റെ നേതാവായി നിൽക്കുന്ന മക്കൾ, അവരുടെയൊക്കെ ഉപ്പ എന്ന നിലക്ക് അങ്ങനെ ചൊല്ലി പൂർത്തിയാക്കിയിട്ട് അതൊന്ന് ദ്വാരന്ന് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. എനിക്കാണെങ്കിൽ ജുമാക്ക് കൊല്ലത്തെത്തുകയും വേണം. അങ്ങനെ ഞാൻ അതിന് ദ്വാരക്കാൻ വേണ്ടി അവിടെ ചെന്നു. ഫാത്തിഹ ഓതി സൂറത്തുൽ ഇഖ്ലാസും മഅ്വദീനയും എല്ലാം കഴിഞ്ഞ് ആ ജനാസയുടെ മുഖത്തേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വല്ലാതെ പ്രകാശിക്കുന്ന മുഖം തന്നെ.
ജുമഅക്ക് പോകാൻ തയ്യാറെടുത്തതുപോലെ ICUവിൽ 48 മണിക്കൂറിലധികം കിടന്ന് ശരീരത്തിന്റെ ഒരു ക്ഷീണവുമില്ല, ഒരു ബേജാറും ആ മുഖത്ത് ഇല്ല. താടിയൊക്കെ നന്നായി ഒതുക്കി ജുമഅക്ക് പുറപ്പെടാൻ കാത്തുകിടക്കുന്നത് പോലെ ശോഭിക്കുന്ന വദനത്തോടെ കിടക്കുന്ന ആ മഹാൻ. അവരെ കണ്ടപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു വലിയ മഹാന്റെ സംഭവം. ചിരിച്ച ജീവിതത്തിൽ ചിരിക്കാത്തയാൾ അതാ ജനാസയായപ്പോ ചിരിച്ചു കിടക്കുന്ന ഉപ്പാനെ ഖബറിൽ കൊണ്ടിറക്കാൻ മക്കൾക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരശരീരി കേൾക്കുന്നു, മക്കളെ പുന്നാര റസൂലുള്ള അനുഗ്രഹിച്ച് ആശീർവദിച്ച് യാത്രയാക്കാൻ വെയിറ്റ് ചെയ്യുമ്പോ എന്തിന് ജനാസ ഇവിടെ കിടത്തി താമസിപ്പിക്കണം? ഇത് കേട്ടുകൊണ്ട് ഖബറിലേക്ക് കൊണ്ടുപോയ സംഭവം ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കുമ്പോൾ എന്റെ കൽബിലങ്ങ് വന്നു. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന് ദ്വാരക്കാൻ ഒട്ടും അർഹനല്ല. എന്റെ ചെവിട്ടിൽ വന്നു, ഉസ്താദേ, ഉപ്പ ഈ അടുത്ത സമയത്ത് ഓതിയ 102 ഖത്മുൽ ഖുർആനുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതൻ ഇവിടെ വന്നാൽ അവരെ കൊണ്ട് ദ്വാരപ്പിച്ചിട്ടേ എന്റെ ജനാസ എടുക്കാവൂ എന്ന് ഉപ്പ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പള്ളിയിലെത്തുമ്പോ ഏത് മുസ്ലിയാരാ ദ്വാരക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ദ്വാരന്നിട്ട് കൊണ്ടുപോയാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ എന്റെ കാല് മുതൽ വിറയ്ക്കാൻ തുടങ്ങി. 102 ഖത്മുൽ ഖുർആൻ, സുബ്ഹാനല്ലാഹ്. അതോദിയ മഹാന്റെ മുഖം എങ്ങനെ പ്രകാശിക്കാതിരിക്കും? 102 ഖത്മിന്റെ അടുക്കൽ തൊട്ടടുത്തോതിയ ഒരു ഖത്മുൽ ഖുർആനെങ്കിലും ഉള്ളവനാണ് ദ്വാരക്കാരെത്തിയതെങ്കിൽ വേണ്ടില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെന്ന് ഉദ്ദേശിച്ചത് തെക്കൻ കേരളത്തിലെ വലിയ പണ്ഡിതനായ ഞങ്ങളുടെയൊക്കെ ഉസ്താദും കേന്ദ്ര മുശാവറാംഗവുമായ സിറാജുൽ ഉലമാ ശൈഖുനാ ഹൈദ്രോസ് ഉസ്താദായിരിക്കാം. പക്ഷേ ചെന്ന് ആ സമയത്ത് വീണത് ഞാൻ ദ്വാരത് കൊടുത്തു അവർക്ക് സന്തോഷത്തിനു വേണ്ടി. ഖബറിലേക്ക് ജുമഅക്ക് തൊട്ടു മുമ്പ് വാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് ഖബറിലേക്ക് ഇറക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രാസ്ഥാനിക രംഗത്തുറച്ചു നിന്ന് പ്രവർത്തിക്കുക. മരണം നന്നായി തീരാൻ, മരണാനന്തര ജീവിതം അല്ലാഹുവിന്റെ അടുക്കൽ മെച്ചപ്പെട്ടതാകാൻ അധ്വാനിക്കുക. അർഹമുർ റഹീമായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമുക്ക് നല്ല മരണം പുൽകാൻ, അതിനനുസരിച്ച് പ്രവർത്തിച്ച് വിജയം കൈവരിക്കാൻ, ആഖിബത്ത് നന്നായി യാത്രയാകാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. നാളെ പാരത്രീക ലോകത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത്, ആ ശഫാഅത്തുൽ ഉളുമാ അതിലടിചേർന്ന് ഫരീഖും ബിൽ ജന്ന വ ഫരീഖും ബിസ്സഈർ 2 ടീമായി തിരിക്കപ്പെടുമ്പോ സ്വർഗത്തിന്റെ ഗ്രൂപ്പിൽ ആദ്യം കടക്കുന്ന മഹാന്മാരുടെ അവസാനത്തെ ലൈനിലെങ്കിലും ഈ സാധുക്കളായ നമുക്ക് ഹിസാബില്ലാതെ നരകത്തിന്റെ ലവലേശം പോലും അടുത്തു പോകാതെ സ്വർഗത്തിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കിതാബ് വലങ്കയിൽ നൽകപ്പെടുന്നവരും സിറാത്ത് മിന്നൽ വേഗത്തിൽ കടക്കുന്നവരും മീസാനിൽ നന്മയ്ക്ക് ഭാരമുള്ളവരും അതുപോലെ ലിവാഉൽ ഹംദിന്റെ കീഴിൽ അണിനിരക്കുന്നവരും അർശിന്റെ തണല് ലഭിക്കുന്നവരും ഹൗദുൽ കൗസർ പുന്നാര നബി തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് വാങ്ങിക്കുടിക്കുന്നവരുമായി അവസാനം ജന്നാത്തുൻ നഈമിൽ ഫഅമൽ ലിദാരിൻ ഗദൻ റിദ്വാനു ഖാസിനുഹാ والجار أحمد والرحمن ناشيها. മോനെ, നാളത്തെ വീടിന് വേണ്ടി വർക്ക് ചെയ്തോ. അതിന്റെ കാവൽക്കാരൻ ബിദ്വാൻ അലൈഹിസ്സലാമാണ്. അതിലെ അയൽവാസി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.
അതിന്റെ സംവിധായകൻ അർഹമുർറാഹിമീനായ രാജാതിരാജനായ അല്ലാഹുവാണ്. അവിടെ സ്വർഗത്തിൽ സാലിഹീങ്ങള്, അരിഫീങ്ങൾ, അമ്പിയാക്കളോടൊപ്പം മുർസലുകളോടൊപ്പം അതാ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തുടങ്ങിയ എല്ലാ മഹത്തുക്കളോടുമൊപ്പം അവിടെ എത്തിച്ചേരാൻ അവിടെ ഒരൊറ്റ കുടുംബമായി SYS-കാരനും SSF-കാരനും SMA-കാരനും അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇവിടുന്ന് വളരെ കുറഞ്ഞ ആളുകളെങ്കിലും കഴിയുന്നവർ പ്രതിനിധികളായി അതിലും എത്തണമെന്നും സർവോപരി നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും നല്ല പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന SYS-ന്റെ 60-ാം വാർഷിക സമ്മേളനം ഫെബ്രുവരി 27, 28, മാർച്ച് 1 തീയതികളിൽ അടുത്ത വർഷം 2015 അതിന്റെ മഹത്തായ 60-ാം വാർഷികത്തിന്റെ ഐതിഹാസികമായ സമാപന സമ്മേളനമാണ്. ആ സമ്മേളനം മലപ്പുറത്ത് വെച്ച് നടക്കുമ്പോൾ അതിലേക്കും നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ദുആയിരക്കണമേ എന്ന് വസിയ്യത്ത് ചെയ്ത് വാക്കുകൾക്ക് തൽക്കാലം വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സമാപന പ്രാർത്ഥന നടക്കുകയാണ്. UK ഉസ്താദാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. അല്ലാഹു ബഹുമാനപ്പെട്ട UK ഉസ്താദിന് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ദുആ ചെയ്ത് ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ വീൽചെയർ ഇവിടെ തന്നെ, അതുപോലെ തന്നെ മറ്റ് ഇന്നലെയും മിനിയാന്നുമായി ഒരുപാട് സംഭാവനകൾ ചെയ്തവരുണ്ട്.